മകരം രാശിക്കാർക്ക് ഈ 2025 എങ്ങനെയുള്ള ഫലങ്ങളാണ് പ്രദാനം ചെയ്യുന്നത് എന്നാണ് ഞാനിന്നിവിടെ പറയാനായിട്ട് പോകുന്നത്. അതായത് മകരം രാശിയിൽപ്പെട്ട ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ 3 നക്ഷത്രക്കാർക്ക് എന്തു ഫലമായിരിക്കും നൽകുക ഈശ്വരൻ? അതായത് മകരം രാശി എന്ന് പറയുന്നത് ശനീശ്വരൻ്റെ സ്വന്തം വീട് തന്നെയാണ്. അപ്പോൾ ശനീശ്വരൻ മകരം രാശി എന്ന് പറയുമ്പോൾ കാലചക്ര രാശിക്ക് 10ാം ഭാവമായിട്ടാണ് വരുന്നത്. അതായത് തൊഴിൽ സ്ഥാനം എന്നാണ് പറയുന്നത്. അപ്പോൾ തൊഴിൽ അധിപതിയുടെ ആ ഒരു സ്ഥാനത്ത് തന്നെയാണ് നിങ്ങളുടെ നക്ഷത്രങ്ങളൊക്കെയും സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം വന്നിട്ട് 1.5 ആണ്ട് ശനിക്കാലമാണ് നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊക്കെ ഒരു മോചനമൊക്കെ ലഭിച്ച് ഒരു നല്ല മാറ്റത്തിൻ്റെ പുതിയ ഒരു യുഗത്തിൻ്റെ പുതിയ ചുവടുവയ്പ്പിൻ്റെയൊക്കെ ഒരു കാലഘട്ടം തന്നെയാണ് ഈ 2025. വളരെയേറെ ഗുണകരമായ മാറ്റങ്ങളാണ് നിങ്ങളുടെ രാശിനാഥനായ ശനീശ്വരൻ നൽകാനായിട്ട് പോകുന്നത്. അദ്ദേഹം 1.5 ആണ്ട് ശനിക്കാലമൊക്കെ മാറി മറ്റു രാശിയിലേക്ക് പോകുന്ന, അതായത് നിങ്ങളുടെ രാശിയുടെ 3ാം ഭാവത്തിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ഒരു സഞ്ചാരം. അതുപോലെ തന്നെ ഗുരു ഭഗവാൻ വക്രഗതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഗുരു ഭഗവാൻ നിങ്ങളുടെ രാശിക്ക് 6ാം ഭാവത്തിലേക്കാണ് പോകുന്നത്. അതായത് ഋണരോഗ ശത്രുസ്ഥാനമായ ആ ഒരു 6ാം ഭാവത്തിലേക്കാണ് പോകുന്നത്. അത് ബുധൻ്റെ വീട് തന്നെയാണ് ഈ 6ാം ഭാവം എന്ന് പറയുന്നത്. എന്നാലും ഈ അവിടെ ചെല്ലുമ്പോഴും നിങ്ങൾക്ക് ഗുരു എന്തെങ്കിലും നന്മ ചെയ്യുമോ എന്ന ഒരു ചിന്താഗതി ഉണ്ടാവും. എന്നാൽ ഗുരുവിൻ്റെ ദൃഷ്ടി പതിയുന്നത് ശനിയുടെ ആ ഒരു ഗൃഹത്തിലേക്കാണ് പതിയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ അധികം നന്മയാണ് ഉണ്ടാവുക. നിലവിൽ ഗുരു വക്രഗതിയിലും ശനീശ്വരനും വക്രഗതിയിലുമാണ് സഞ്ചരിക്കുന്നത്. ഈ വരുന്ന ഫെബ്രുവരി മാസത്തോടുകൂടി തന്നെ ഗുരുവിൻ്റെ വക്രഗതിയൊക്കെ മാറി അദ്ദേഹം നിങ്ങളുടെ രാശിക്ക് 6ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു. അതുപോലെ മാർച്ച് മാസം 29 തന്നെ ശനിയുടെ ആ ഒരു മാറ്റവും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗുണകരമായ ഒരു കാലഘട്ടം തന്നെയായിരിക്കും ഈ 2025 എന്ന് പറയുന്നത്. ഈ 1.5 ആണ്ട് കാലവും നിങ്ങൾക്ക് വളരെയേറെ നന്മകളും തിന്മകളും ചേർന്നിരുന്ന ഒരു സമയം തന്നെയാണ്. ഏറിയ പങ്കും തിന്മകൾ തന്നെയായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുക. അപ്പോൾ അവിടെ നിന്നൊക്കെ ഒരു മാറ്റം തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ 2024 സെപ്റ്റംബറിനൊക്കെ ശേഷമാവണം നിങ്ങൾക്ക് ഒന്ന് നിവർന്നു നിൽക്കാനെങ്കിലും ഒന്ന് തോന്നിയത്, അല്ലെങ്കിൽ അതിന് കഴിഞ്ഞത് എന്നതാണ് എനിക്ക് മനസ്സിലാക്കാനൊക്കെ കഴിയുന്നത്. അപ്പോൾ ഇനിയെങ്കിലും എങ്ങനെയെങ്കിലും തന്നെ എനിക്ക് ജീവിച്ചേ മതിയാകൂ എന്ന ഒരു ചിന്ത നിങ്ങളിലേക്ക് പ്രാപ്തമായിട്ടുണ്ട് എന്നും കൂടി എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. തൊഴിലിടങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്ന ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെടും ഈ മാർച്ചിന് ശേഷം. അതുപോലെ തന്നെ നിങ്ങൾക്ക് തൊഴിൽപരമായ ഇടങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ടായിരുന്നെങ്കിൽ അവിടെയൊക്കെ അത് കിട്ടുന്ന ഒരു സാഹചര്യങ്ങളെ സൃഷ്ടിക്കും. ധനപരമായ ഇടങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ മാറും. കടബാധ്യതകളൊക്കെ തീർക്കുവാനുള്ള വഴികളൊക്കെ തുറന്നു കിട്ടുന്ന ഒരു സമയം തന്നെയാണ്. എന്നിരുന്നാൽ തന്നെയും ഈ വരുന്ന 5ാം മാസത്തിന് ശേഷം ഈ രാഹുവിൻ്റെയും കേതുവിൻ്റെയും ഒരു മാറ്റം വരുന്നുണ്ട്. അതായത് രാഹു രാശിയുടെ 2ാം ഭാവത്തിലും കേതു 8ാം ഭാവത്തിലുമായിട്ടൊക്കെ സഞ്ചരിക്കുന്ന ആ ഒരു കാലഘട്ടം നിങ്ങൾക്ക് വളരെയേറെ ഗുണകരമായ ഒരു മാറ്റത്തിലേക്കല്ല ചിന്തിക്കുന്നത് എന്നും കൂടി മനസ്സിലാക്കാം. അപ്പോൾ ഈ 5ാം മാസത്തിന് മുന്നേ എനിക്ക് ഒരു നല്ല ഫലത്തെ പ്രദാനം ചെയ്യില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഭഗവാൻ അവിടെ പ്രദാനം ചെയ്യുന്നുണ്ട്. അതായത് ധനപരമായ ഉന്നതികൾ നിങ്ങൾക്ക് നൽകുന്നു, തൊഴിൽപരമായ ഉന്നതികൾ നൽകുന്നു, കിട്ടാനുള്ള കാശുകൾ എവിടെന്നെങ്കിലും കിട്ടുവാനുണ്ടെങ്കിൽ അതിനുള്ള മാർഗ്ഗങ്ങൾ തെളിയിക്കുന്നു. 1 ലക്ഷം രൂപ കിട്ടാനുള്ളിടത്ത് 25,000 കിട്ടാനുള്ള ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കുന്നു. തൊഴിൽ, അതായത് പെൻഡിങ്ങിൽ പോയ ചില തൊഴിലുകളൊക്കെ ഉണ്ടാകും, അതൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യം വരുന്നു. അതുപോലെ 10ാം ഭാവമായ തൊഴിൽ സ്ഥാനത്തിൽ ഇരിക്കുന്ന ഈശ്വരൻ ഇവിടെ നിങ്ങളുടെ രാശിക്ക് മാറി 1.5 ആണ്ട് ശനി മാറി വരുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ വിദേശത്ത് ജോലിക്ക് അപേക്ഷിച്ചിരുന്നവർക്കൊക്കെയും അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് തന്നെയും ഏപ്രിൽ മാസത്തിന് ശേഷം അതിനുള്ള വഴികളൊക്കെ തെളിയുന്ന ഒരു സാഹചര്യം കൂടെ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈ വർഷം തന്നെ ഈ പറയുന്ന നക്ഷത്രം ഉത്രാടത്തിൽ പിറന്നവരും തിരുവോണത്തിൽ പിറന്നവരും അവിട്ടത്തിൽ പിറന്നവരുമൊക്കെ മിക്കവരും ചിലപ്പോഴൊക്കെ വിദേശത്ത് പോയി ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. വിദേശത്ത് നല്ല കമ്പനികളിൽ ജോലി കിട്ടുന്ന സാഹചര്യം ഉണ്ടാകും. അതുപോലെ LLC കമ്പനികളിലൊക്കെ കൊടുത്തിട്ടുള്ളവർക്കൊക്കെ അതിൻ്റേതായ ഒരു മാർഗ്ഗം തെളിഞ്ഞു കിട്ടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും. അതുപോലെ വിവാഹം സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ തടസ്സമുണ്ടായിരുന്നവർക്ക് അതിനും ഒരു 50% പേർക്കൊക്കെ അതൊക്കെ നടന്നു കിട്ടുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. പൊതുവായി പറഞ്ഞാൽ ഈ 2025 മുതൽക്ക് നിങ്ങൾക്ക് ഒരു യോഗകരമായ ഒരു കാലഘട്ടം തന്നെയായി മാറുമെന്ന് തന്നെയാണ്. അതായത് ഇതുവരെ നിങ്ങൾക്ക് കിട്ടിയ അടികളൊക്കെയും മനസ്സിൽ വച്ചുകൊണ്ട് തന്നെയായിരിക്കും ഇനി നിങ്ങളുടെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് നേരെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നേരത്തെ തന്നെ കണ്ടെത്തി മനസ്സിലാക്കി അതിനുള്ള വഴികൾ കണ്ടെത്തുവാനുള്ള മനോഭാവത്തെ ഉണ്ടാക്കിത്തരും. അതായത് ഇതുവരെ നിങ്ങൾക്ക് അടി കിട്ടിയത് ശേഷമായിരിക്കും നിങ്ങൾക്ക് പ്രതികരിക്കാനൊക്കെ കഴിയുക. അപ്പോൾ തോറ്റുപോകുന്ന സാഹചര്യമായിരുന്നു. എന്നാൽ ഇനി അങ്ങനെയല്ല, കിട്ടുന്നതിന് മുന്നേ തന്നെ തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാക്കുവാനുള്ള ഒരു സമയം തന്നെയാണ്
5-ാം മാസത്തിന് ശേഷം കുടുംബപരമായ ഇടങ്ങളിൽ ചില വാക്ക് തർക്കങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. അതായത് സഹോദരങ്ങൾ തമ്മിൽ ചിലപ്പോൾ വഴക്കുകളൊക്കെ ഉണ്ടാക്കി ഭിന്നിക്കുന്ന ഒരു സാഹചര്യങ്ങളുണ്ടാകും. കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചില വഴക്കുകളൊക്കെ ഉണ്ടായി പിണങ്ങുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ 5-ാം മാസത്തിന് ശേഷമാണ് നിങ്ങൾക്ക് സംഭവിക്കാനൊക്കെ പോകുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മുന്നിൽ കണ്ടാണ് ഇനിയുള്ള പ്രവർത്തനം എന്ന് പറയുന്നത്. അതായത് ഒരു പ്രശ്നം ഇന്ന സമയത്ത് വരും എന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും മനസ്സ് പറഞ്ഞു തരും. ഇന്ന സമയത്ത് ഒരു പ്രശ്നം വരാനായിട്ടിരിപ്പുണ്ട്, അതിന് മുൻകരുതൽ എടുക്കുക. ആ പ്രശ്നത്തെ പ്രശ്നമായി കാണാതെ ഒരു സൗഹൃദ ഭാവത്തിൽ അതിനെ തീർക്കാനുള്ള മനോഭാവം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനും കഴിയുമെന്നുള്ളത് ഈ 2025 നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ 2025 നല്ല ഒരു ഫലം തന്നെയാണ് നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ വളരെയേറെ ദേഷ്യകരമായ സാഹചര്യത്തിലൊന്നും സഞ്ചരിക്കാതിരിക്കുക, എടുത്തടിച്ച രീതിക്കുള്ള മറുപടികളൊന്നും പറയാതിരിക്കുക. അതായത് കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ കിട്ടും എന്ന ഉറപ്പ് നിങ്ങൾക്ക് തന്നെ മനസ്സിലുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിയായ രീതിക്ക് വേണം ചിന്തിച്ച് പ്രവർത്തിക്കുവാനായിട്ട്. കൂട്ടുകക്ഷി ഭരണങ്ങളോ അല്ലെങ്കിൽ കൂട്ടുകക്ഷി ചിന്താഗതികളോ ഒന്നും തന്നെ മനസ്സിൽ സൂക്ഷിക്കരുത്. കാരണം അത് നിങ്ങൾക്ക് പ്രാപ്തമാവില്ല, കൂടെ നിൽക്കുന്നവർക്കായിരിക്കും അത് പ്രാപ്തമായി കിട്ടുക. നിങ്ങൾക്ക് അതുകൊണ്ട് യാതൊരുവിധ ഗുണവും ഉണ്ടാകില്ല. അപ്പോൾ മറ്റൊരാളെ വിശ്വസിച്ച് ചെയ്യുന്നതിന് പകരം സ്വയം ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ഈ 2025. എന്തു പറഞ്ഞാലും ഈ 2025 നിങ്ങൾക്ക് വളരെയേറെ നന്മകൾ പ്രദാനം ചെയ്യുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. ശനീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. അപ്പോൾ ഈ 7 ആണ്ട് ശനി കാലമൊക്കെ ഈ മാർച്ച് 29-ാം തീയതി കൂടി തീരുകയാണ്. അതുവരെയുള്ള ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ 100% നിങ്ങൾക്ക് 2027 കാലഘട്ടം വരെയും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും. അത് നിങ്ങളുടെ ആ ഒരു ലൈഫ് പൂർണ്ണമായിട്ടും കരുതി വയ്ക്കുവാനുള്ള ഒരു ധനമായി മാറുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ കിട്ടുന്ന ധനത്തിൽ ഒരു 50% സേവ് ചെയ്ത് വച്ച് വേണം നിങ്ങൾ ചിലവാക്കുവാനായിട്ടൊന്നും ഉള്ളതും കൂടി എനിക്ക് പറയേണ്ടത്. കാരണം ശനി എപ്പോൾ നൽകിയാലും അത് സ്ഥായിയായ ഒരു ധനമായിരിക്കില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കുവാനുണ്ട്. അപ്പോൾ ഗുരു എന്ന ഗ്രഹം അവിടെ ദൃഷ്ടി പതിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഗുരുവിൻ്റെ ബുദ്ധി, അതായത് നമുക്ക് ചിലർക്ക് ഉപദേശിക്കും, നീ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അത് പറയരുത്, അത് തെറ്റാണെന്നൊക്കെ നമുക്ക് ഒരു ഉപദേശം പോലെ മനസ്സിൽ ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ചിലർ പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ അത്തരമൊരു ഉപദേശ ചിന്താഗതി നമുക്ക് കിട്ടുന്നത് പോലെ വേണം ഓരോ ഇടങ്ങളിലും പ്രവർത്തിക്കുവാനായിട്ട്. ബുദ്ധി വളരെയേറെ പ്രവർത്തന മികവിൽ വേണ്ടത് തന്നെയാണ്. എങ്കിലാണ് നിങ്ങൾക്ക് വിജയിക്കുവാനൊക്കെ കഴിയുക. ഇവിടെ ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല, രണ്ടുപേർക്കും തുല്യ നീതി തന്നെയായിരിക്കും ഭഗവാൻ വഴങ്ങുക. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭകരമായ ഒരു 2025 ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു.